ആരുടേതാണ് ഭാരതം? കുലീനമായ അവകാശങ്ങളുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് മഹാത്മാഗാന്ധി തെളിയിച്ചു തന്ന പാത പുതുതലമുറയ്ക്കായിട്ട് അനാവരണം ചെയ്യുകയാണ് വിദ്യാഭ്യാസ ചിന്തകനും മുൻ വൈസ് ചാൻസലറുമായ പ്രൊഫസർ ഡോക്ടർ സിറിയക് തോമസ്. ആരാണ് ഇന്ത്യയിലെ പൗരൻ എന്നുള്ള സങ്കല്പം, ആർക്കു വേണ്ടിയിട്ടാണ് ഈ രാജ്യം എന്ന സങ്കല്പം, അതിനെപ്പറ്റിയൊക്കെ ഗാന്ധിജിക്കുണ്ടായിരുന്ന ദർശനമാണ്. ഞാനൊരു സംഭവം മാത്രം അത് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്നത് ഗാന്ധിജിയുടെ ഇഷ്ട പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്യാരിലാൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് ഗാന്ധിജിയുടെ മരണമൊക്കെ സംഭവിക്കുന്നത്. അക്കാലത്ത് ഗാന്ധിജിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് പോലെ നിന്ന് പ്രവർത്തിച്ചത് പ്യാരിലാലിൻ്റെ സഹോദരിയായിരുന്ന ഡോക്ടർ സുശീല നയ്യരാണ്. സുശീല നയ്യർ അന്ന് ബിർള ഹൗസിൽ ഗാന്ധിജിയോടൊപ്പം ഉള്ള ഒരു സമയത്താണ് പ്യാരിലാലാണല്ലോ പിൽക്കാലത്ത് ദ ലാസ്റ്റ് ഫേസ് ഓഫ് മഹാത്മാഗാന്ധി എന്നുള്ള വലിയ 2 വോളിയം ആ ബുക്ക് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ അവസാന കാലം ഇത്രയും മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ള വേറൊരു പുസ്തകമില്ല. പക്ഷെ എനിക്കിത് നേരിട്ട് കേൾക്കാൻ പറ്റിയത് ഞാൻ ഈ മദ്യവർജനവുമായി ബന്ധപ്പെട്ട് കേരള മദ്യ നിരോധന സമിതിയുടെ ആദ്യത്തെ, അത് കേരളത്തിലെ മദ്യവർജന പ്രസ്ഥാനമായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ 1977 കേരളത്തിൽ ആദ്യമായിട്ടൊരു പ്രൊഹിബിഷൻ കൗൺസിൽ എന്നുള്ള നിലയിൽ അഖിലേന്ത്യാ മദ്യനിരോധന കൗൺസിലിൻ്റെ ഒരു യൂണിറ്റ് എന്നുള്ള നിലയിലേക്ക് ഈ മദ്യവർജന പ്രസ്ഥാനത്തെ മാറ്റുന്നത്. അപ്പോഴന്ന് അതിനു മുമ്പുണ്ടായിരുന്നത് ഈ മദ്യവർജന പ്രസ്ഥാനത്തിൻ്റെ അക്കാലത്തെ പ്രസിഡന്റ് ആയിരുന്ന ലക്ഷ്മിയൻ മേനോനാണ്. അവർ കേന്ദ്രമന്ത്രിയായിരുന്നവരാണ്, തിരുവനന്തപുരംകാരിയായിരുന്നു. നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അവർ വിദേശകാര്യ സഹവകുപ്പ് മന്ത്രിയുമായിരുന്നു. ലക്ഷ്മിയൻ മേനോൻ പ്രസിഡന്റായും ഞാൻ ജനറൽ സെക്രട്ടറി ആയും അന്ന് ഈ കേരള പ്രൊഹിബിഷൻ കൗൺസിൽ രൂപീകരിക്കുമ്പോൾ അവർക്ക് വയസ്സ് 81, എനിക്ക് 36. അത് ബാക്കിയുള്ളവരൊക്കെ പ്രായമുള്ള നേതാക്കന്മാരായിരുന്നതുകൊണ്ട് സെക്രട്ടറിയായി ആരെങ്കിലും ഓടി നടക്കാൻ അന്നത്തെ നിലയിൽ കഴിയുന്ന ഒരാളാവട്ടെ എന്ന സങ്കല്പവും സമീപനവും വന്നപ്പോഴാണ് KP മാധവൻ നായർ എൻ്റെ പേര് ഈ കാര്യത്തിലേക്ക് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അന്ന് വൈസ് പ്രസിഡന്റുമാരായിട്ടിരിക്കുന്നത് അവരാണ്. ലക്ഷ്മിയൻ മേനോൻ പ്രസിഡന്റ്, MP മൻമോഹൻ സാറും ഫാദർ കുര്യാക്കോസ് പാറയ്ക്കൽ അച്ഛനും KP മാധവൻ നായരും KCM മേത്തറും വൈസ് പ്രസിഡന്റുമാരാണ്. അവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാസാരഥികളായിരുന്നവരാണ്. ഇവിടെ നമുക്കറിയാം. ട്രഷറർ ആയിരുന്നത് കേന്ദ്രമന്ത്രിയായിരുന്ന AM തോമസ് ആണ്. അപ്പോൾ ഇത്തരക്കാർക്ക് ഒത്ത് പ്രവർത്തിക്കാൻ ആ പ്രായത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാനിപ്പോൾ 78ാമത്തെ വയസ്സിൽ തിരിഞ്ഞ് ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായി ഞാൻ കാണുന്നത് എൻ്റെ ആ പ്രായത്തിൽ ദേശീയ രംഗത്ത് പോലും മഹാപ്രതിഭകളായി അംഗീകരിക്കപ്പെട്ടിരുന്ന കേരളീയരായ ഒന്നാം നിര നേതാക്കന്മാർക്കൊത്ത് അവരുടെ കീഴിൽ പ്രവർത്തിക്കാനും പരിശീലിപ്പിക്കപ്പെടാനും കഴിഞ്ഞു എന്നുള്ള ഭാഗ്യമാണ്. അപ്പോൾ ആ കാലത്താണ് ഈ ഡോക്ടർ സുശീല നയ്യർ ഒരു സന്ദർശനത്തിന് കേരളത്തിൽ വരുന്നു. അവർ അഖിലേന്ത്യാ മദ്യ നിരോധന കൗൺസിലിൻ്റെ ആദ്യം മൊറാർജി ആയിരുന്നു പ്രസിഡന്റ്, അന്ന് അവർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. മൊറാർജി പ്രധാനമന്ത്രിയായപ്പോൾ, ജനതാ ഭരണം വന്ന 77 പ്രധാനമന്ത്രി ആയപ്പോൾ സുശീല നയ്യരെയാണ് അഖിലേന്ത്യാ മദ്യനിരോധന കൗൺസിലിൽ ചെയർമാനാക്കി. അപ്പോൾ അവരൊരു സന്ദർശനത്തിന് വരുന്നു. അവർക്കും 83 വയസ്സുണ്ട്. അപ്പോൾ ലക്ഷ്മിയൻ മേനോന് സുശീല നയ്യരും കൂടെ മലബാർ മുതൽ, കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു പര്യടനത്തിലാണ്, പ്രചാരണ പര്യടനത്തിലാണ് മദ്യനിരോധനത്തിന് അനുകൂലമായി. അപ്പോഴാണ് KP മാധവൻ നായർ എന്നെ വിളിച്ചിട്ട് ശരിയെ കൂടി അവരുടെ കൂടെ യാത്ര ചെയ്യണം, അവർ 2 പേർ മാത്രമേ ഉള്ളല്ലോ. അങ്ങനെ ഞാൻ തീവണ്ടിയിലായിട്ടും കാറിലായിട്ടും ഒക്കെ ഒരാഴ്ചക്കാലത്തോളം കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ, അന്ന് ഇടുക്കിയിൽ കട്ടപ്പനയിലൊക്കെ പോയി
പല സ്ഥലങ്ങളിൽ പോയി, പൊതുയോഗങ്ങൾ, പ്രവർത്തക യോഗങ്ങൾ. പക്ഷേ എനിക്ക് അത് തന്ന ഒരു വലിയ അനുഭവം എന്ന് പറയുന്നത്, വൈകുന്നേരങ്ങളിൽ എവിടെയെങ്കിലും ഞങ്ങൾ താമസിക്കുമ്പോൾ സന്ധ്യ കഴിയുമ്പോൾ ഈ രണ്ട് മഹതികൾ, അവർ രണ്ടുപേരും കേന്ദ്രമന്ത്രിമാരായിരുന്നവർ, ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിച്ചവർ, അവർ അവരുടെ ഗാന്ധി കഥകൾ എന്നോട് പറഞ്ഞിരുന്നു. വളരെ വൈകും വരെ, രാത്രി 10:30, 11, 12 വരെയൊക്കെ പലപ്പോഴും അവർ അവരുടെ കാലത്തെ, ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്തെ അനുഭവങ്ങൾ, ഗാന്ധിജിയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരും. അപ്പോൾ അത് ഏറ്റവും ഓതൻറ്റിക്കാണ്. കാരണം അവർ നേരിട്ട് കണ്ടിട്ടുള്ള സാക്ഷികളാണ്. നമ്മളിപ്പോൾ ശിഷ്യന്മാർ, കർത്താവിൻ്റെ ശിഷ്യന്മാർ ബൈബിൾ എഴുതി എന്ന് പറഞ്ഞതുപോലെ ഇവർ ഗാന്ധിജിയുടെ കൂടെ നടന്ന് ഇതെല്ലാം കണ്ടതാണ്. സുശീലാ നായർക്ക് അന്ന് വളരെ ചെറുപ്പമായിരുന്നിരിക്കണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു സംഭവം, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1 ആഴ്ച 2 ആഴ്ച മുമ്പ് ഗാന്ധിജി ഡൽഹിയിൽ വന്ന ഒരു സമയം, സബർമതിയിൽ നിന്ന് ഡൽഹിയിൽ വന്നു. മൗണ്ട് ബാറ്റൻ പ്രഭു ഏതോ ഒരു പൊതു ചടങ്ങിന് പോയിട്ട് വൈസ്രോയി ഹൗസിലേക്ക് മടങ്ങുന്ന സമയം കാറിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വൈസ്രോയോട് പറഞ്ഞു, എത്രേ, യുവർ എക്സലൻസി മിസ്റ്റർ ഗാന്ധി ഹാസ് കം ടു ദ ടൗൺ എന്നാണ് അവർ പറഞ്ഞത്. മിസ്റ്റർ ഗാന്ധി ഹാസ് കം ടു ദ ടൗൺ. അപ്പോൾ വൈസ്രോയി അപ്പോൾ തന്നെ പറയുകയാണ്, ഇൻ ദാറ്റ് കേസ് ഐ വാണ്ടഡ് ടു ഡിസ്കസ് സം ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് വിത്ത് മിസ്റ്റർ ഗാന്ധി. അത് അവർ തമ്മിലുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ നേരത്തെ ഗാന്ധിജിയോട് കൂടിക്കാഴ്ചയൊന്നും പറഞ്ഞിട്ടില്ല, ഗാന്ധിജിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ലെറ്റ് us ഗോ സ്ട്രെയിറ്റ് ടു വേർ ഈസ് സ്റ്റേയിങ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗാന്ധി സ്റ്റേസ് ആസ് യൂഷ്വൽ ഇൻ ബിർള ഹൗസ്. വി വിൽ ഗോ സ്ട്രെയിറ്റ് ടു ബിർള ഹൗസ് ആൻഡ് മീറ്റ് ഹിം. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സുശീലാ നായർ എന്നോട് പറഞ്ഞത്, തോമസ്, ദർ വാസ് സഡൻലി ദ സൗണ്ട് ഓഫ് ദി convoy of vehicles accompanying the Viceroy to the Birla House compound. And I had to run out of my room to see what was happening. ഒരു മുൻകൂട്ടി അറിവില്ലല്ലോ. അപ്പോൾ വരുമ്പോൾ അവർ കാണുന്നത് വൈസ്രോയും ലേഡി മൗണ്ട് ബാറ്റനും കാറിൽ നിന്ന് ഇറങ്ങുന്നു ഗാന്ധിയെ കാണാനാണ്. അപ്പോൾ she told me that I had to run to Bapu's room to convey this. ചെല്ലുമ്പോൾ ഗാന്ധിജി ഒരു മുറിയിൽ, അദ്ദേഹത്തിൻ്റെ മുറിയിൽ, ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള 10-12 സാധാരണ ഗ്രാമീണരാണ്. അവരുമായിട്ട് കാണുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. അവർക്കെല്ലാം കംപ്ലയിൻസാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടാതെ പോകുന്ന മനുഷ്യാവകാശം, അതിനെപ്പറ്റിയാണ് ഗാന്ധിജിയോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ ദർശനത്തിന് കയറ്റുന്നില്ല, ഗ്രാമത്തിലെ റോഡുകളിലൂടെ അവർക്ക് പകൽ സമയത്ത് നടക്കാൻ സാധിക്കുന്നില്ല, ഗ്രാമത്തിലെ കിണറിൽ നിന്ന് അവർക്ക് വെള്ളം കോരാൻ അനുവാദമില്ല, ഗ്രാമത്തിലെ സ്കൂളിൽ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. ഇത്തരം പരാതികളൊക്കെ ഗാന്ധിജിയോട് പറയുന്നു. ഗാന്ധിജി അതെല്ലാം ക്ഷമാപൂർവം കേൾക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുശീലാ നായർ ചെന്നിട്ട് ഗാന്ധിജിയോട്, ബാപ്പു, ദ വൈസ്രോയ് ആൻഡ് ലേഡി മൗണ്ട് ബാറ്റൻ ഹാസ് കം എന്ന് പറയുന്നു. ഇതിനെപ്പറ്റി പ്യാരിലാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, വെൻ സുശീല announced to Bapu that the Viceroy and Lady Mountbatten has come, Bapu sat like a stone എന്നാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അതാണ് വൈസ്രോയും ഭാര്യയും തന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് സുശീലാ നായർ പറയുമ്പോൾ അതിനെപ്പറ്റി പ്രൈവറ്റ് സെക്രട്ടറിയുടെ കമൻ്റാണ്, ദെൻ ബാപ്പു സാറ്റ് ലൈക്ക് എ സ്റ്റോൺ. യാതൊരു വ്യത്യാസവും. അതാണ് ഗാന്ധിജിയുടെ നമ്മൾ പറയുന്ന മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഇപ്പം ഞാനാരെയും പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ ഇവിടെ ഏത് മുഖ്യമന്ത്രിയായാലും അങ്ങനെ ഇരിക്കുമ്പോൾ ഗവർണർ വരുമെന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഒരു നോട്ടീസ്, ആ സെക്കൻഡിൽ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരെല്ലാം കൂടി ആ മുറിയിലിരിക്കുന്ന പാവപ്പെട്ട ഗ്രാമീണരെ പിടിച്ച് പുറത്തു തള്ളി കുന്തിക്കൊണ്ടുപോയി സുരക്ഷാ വലയത്തിന് അപ്പുറത്താക്കി ഇവർക്ക് ഗവർണർക്ക് കയറാനുള്ള വഴി വരും. ഗാന്ധി സാറ്റ് ലൈക്ക് എ സ്റ്റോൺ.
and continued to listen to them while telling Sushila, tell the Viceroy and the lady to wait for a while. Tell the Viceroy and the lady to wait for a while. അപ്പോൾ സുശീലാനെ റോഡിൽ പുറത്ത് നിന്ന് അവരെ ഡ്രോയിങ് റൂമിൽ കയറ്റിയിരുത്തി. 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി. വൈസ്രോയ് വാസ് എവിഡൻ്റ്ലി അൺകംഫർട്ടബിൾ. നമുക്കറിയാം, വൈസ്രോയി അദ്ദേഹത്തെ കാണാൻ വരുന്നവരെ കാത്തിരുത്തുന്ന ശീലമുണ്ടെങ്കിലും ഈ തനിച്ച് പോയി ഒരിടത്ത് കാത്തിരിക്കുന്നില്ല. അപ്പോൾ ഈ ബിക്കെയിം വെരി അൺകംഫർട്ടബിൾ. അത് സുശീലയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഷി അഗെയിൻ വെന്റ് ടു ഗാന്ധീസ് റൂം ആൻഡ് സെഡ്, ബാപ്പു, ഐ എം അഫ്രൈഡ് വൈസ്രോയ് ഈസ് വെരി അൺകംഫർട്ടബിൾ വെയിറ്റിംഗ് ഫോർ യു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, സുശീല, ടെൽ ദം ടു കം. ഗാന്ധിജി അവിടെ നിന്ന് ഇറങ്ങിപ്പോയൊന്നുമില്ല. ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമ്പോഴാണ് വൈസ്രോയ് ലേഡി മൗണ്ട് ബാറ്റന് കയറി വരുന്നത്. കയറി വന്നപ്പോൾ ഗാന്ധിജി ഇരിക്കാൻ പറഞ്ഞു. ചെയർ ഉണ്ട്, അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഇവരെ ഗാന്ധിജി പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു വിടുക, അവരുടെ നിവേദനങ്ങളൊക്കെ ശ്രദ്ധിക്കാം, വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ഒക്കെ പറഞ്ഞ് അവരെ റീഅഷ്വറിങ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യാവകാശ പോരാട്ടത്തിലെ ഒരു നല്ല ചാപ്റ്ററായി ഞാൻ കാണുന്നത് ഇതാണ്. അപ്പോൾ വൈസ്രോയ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എവിഡൻ്റ്ലി അൺപ്ലസൻറ്റ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്, പ്യാൻലാൽ പറയുന്നത്. എവിഡൻ്റ്ലി അൺപ്ലസൻറ്റ്. വൈസ്രോയ് said, Mr. Gandhi had come to discuss with you some important matters of this country. എന്ന് പറഞ്ഞാൽ, എന്നിട്ട് നിങ്ങൾ എന്നെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യിച്ചിട്ട് ഈ മലയാള ഭാഷ അറിയാൻ പാടില്ലാത്ത, അല്ല വസ്ത്രമില്ലാത്ത, കാശില്ലാത്ത സോഷ്യൽ സ്റ്റേറ്റ് ഇവരോട് ചർച്ച ചെയ്ത് യു വേസ്റ്റഡ് മൈ ടൈം. അതാണല്ലോ അതിൻ്റെ വേങ്ക്യം, അതാണ് യു വേസ്റ്റഡ് മൈ ടൈം. അപ്പോൾ ഗാന്ധിജി പറയാണ്, ഇവരെ ഗാന്ധിജി ഇങ്ങനെ തോളിൽ തട്ടി ഓരോരുത്തരെയും നടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് വൈസ്രോയ് ഇത് പറയുന്നത്. അപ്പോൾ ഗാന്ധിജി അതിന് പറഞ്ഞ മറുപടി പ്യാരിലാൽ പറയുന്നുണ്ട്, യുവർ എക്സലൻസി. അദ്ദേഹം മര്യാദകളൊന്നും വിട്ടില്ല. യുവർ എക്സലൻസി, ബട്ട് ദ കൺട്രി ബിലോങ്സ് ടു ദം. അതാണ്, ഏത് രാജ്യത്തിൻ്റെ കാര്യങ്ങളാണോ നിങ്ങൾ എന്നോട് ചർച്ച ചെയ്യാൻ വരുന്നത്, ആ രാജ്യം അത് ഇവരുടെയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞു, ദ കൺട്രി നീദർ ബിലോങ്സ് ടു യു നോർ ബിലോങ്സ് ടു മീ. അതാണ്, നിങ്ങളുടേതോ എൻ്റെയോ അല്ല, രാജ്യം ഇപ്പം ഇവിടുന്ന് പോയ ഇവരുടേതാണ്. അപ്പം ഞാനതുകൊണ്ട് കാണുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തകർ, നമ്മൾ ഗാന്ധിക്ക് അതിൻ്റെ അവാർഡൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. നല്ല മനുഷ്യാവകാശ പ്രവർത്തകരുള്ള ഒരു അവാർഡും ഗാന്ധിജിക്ക് ആരും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ഗാന്ധിജി ഹാസ് റിസൺ ടു ദ ലെവൽ ഓഫ് ദ മോസ്റ്റ് ഇല്ലസ്ട്രിയസ് ആൻഡ് നോബിൾ ഫൈറ്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. അതാണ്.